കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പുതിയകാവ്, കിളിമാനൂർ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു സ്ഥലത്തോട്ട് നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പുതിയകാവ് കഴിഞ്ഞ് നമ്മുടെ ചൂട്ടയിൽ ചെങ്കിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. നമ്മുടെ ഈ റോഡ് ഏതെന്ന് വെച്ചാൽ നമ്മുടെ MC റോഡ് ഹൈവേ ഒന്നിപ്പിക്കുന്ന ഒരു റോഡാണ്. കിളിമാനൂരിൽ നിന്നും ആലങ്കോട് ടച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് കല്ലമ്പലമൊക്കെ ടച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു റോഡാണ് കേട്ടോ. നമ്മളങ്ങനെ നേരെ ഇവിടെ നിന്നും അങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്കൊരു സ്ഥലം കാണാൻ പോവാം എന്ന് പാവച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ യാത്ര ചെയ്ത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ വേടൻ വന്ന ഒരു സ്ഥലമുണ്ട്. വളരെ മനോഹരമായ ഒരു വയൽ. ഇതായി നോക്കിയേ, ഈ വയൽ നമ്മളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ആ പ്രോഗ്രാം അന്ന് കാണാൻ വന്നതിന് ശേഷം ഇതുവരെ നമ്മൾ ഈ വയൽ കാണാൻ വന്നിട്ടില്ല. അത്രയും മനോഹരമായ ഒരു വയലിനെ അന്ന് എന്തുമാത്രം ജനങ്ങളാണ്. 3.5 ലക്ഷം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് കണക്ക് നമുക്ക് അറിയത്തില്ല. അത്രയും ജനങ്ങൾ ചവിട്ടി മെതിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ അവർ പൂട്ടിയ സ്ഥലമെന്ന് പറയാം. നമ്മുടെ കാളകളൊക്കെ പൂട്ടുന്നത് പോലെ ജനങ്ങൾ നിന്ന് പൂട്ടിയ സ്ഥലം. ഈ സ്ഥലം എന്ന് പറയുന്നത് വെള്ളല്ലൂർ ഊന്നങ്കല്ലെന്ന് പറയുന്ന സ്ഥലം ആണ് കേട്ടോ. അപ്പോൾ വേടൻ നമ്മുടെ ഊന്നങ്കല്ല് ബ്രദേഴ്സിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എത്തുമെന്ന് പറയുകയും ഇവിടെ എന്തോ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തായിരുന്നു. ഒരാൾ ആക്സിഡൻറ്റിൽ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷയങ്ങൾ കാരണം ഇവിടെ പ്രോഗ്രാം നടക്കാതെ പോവുകയും, എന്നാലത് ആ വിഷയങ്ങൾ എന്താണെന്നറിയാതെ ജനങ്ങൾ വേടനെതിരെയും അല്ലെങ്കിൽ തന്നെയും നമ്മുടെ ഊന്നങ്കല്ല് ബ്രദേഴ്സിന് എതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അത് അവരങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അത് വേടനെതിരെ തന്നെ ചെയ്ത കണക്കായിപ്പോയി അവർ. അത്രയും എന്തോ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോഴത് നമ്മുടെ വേടൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ മരണം കാരണമാണെന്ന് അറിയിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴിയൊക്കെ വേടൻ അറിയിച്ചിട്ടുണ്ട്. എന്നാലും അത് കേൾക്കാൻ അവർ വിസമ്മതിച്ചു എന്ന് വേണം നമുക്ക് പറയാനല്ലേ. അപ്പോൾ എന്താണെങ്കിലും നല്ല സൂപ്പർ ഏരിയ, നല്ല ഗ്രാമഭംഗിയുള്ള സ്ഥലം. അപ്പോൾ ഈ സ്ഥലമാണ് അന്ന് വേദിയായ, അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാക്ഷിയായ നമ്മുടെ സുന്ദരമായ വയൽ പാടം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.